Good morning. Welcome to our new audit class. So, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഒരു 7th ചാപ്റ്ററാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്. പ്രധാനമായിട്ടും 5 രീതിയിലാണ് പ്രധാനമായിട്ട് ക്ലാസിഫൈ ചെയ്തത്. അത് ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ്, ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ്, on the basis of for specific objectives and new generation audit. അങ്ങനെ 5 രീതിയിലാണ് പ്രധാനമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? എന്താണ്? അതായത് ചില സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചില എൻ്റർപ്രൈസുകൾ സ്റ്റാറ്റ്യൂട്ട്സ് ആയിരിക്കും. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റിംഗ് നടത്തുക എന്ന് പറയുന്നത് വളരെ കമ്പൾസറിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഓഡിറ്റിനെ പറയുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അത് അക്കോർഡിംഗ് ടു ലോ ഓഫ് ഓഡിറ്റ് പ്രകാരം അതിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം അത് നിർബന്ധമായിരിക്കും. അപ്പോൾ ഏതൊക്കെ അണ്ടർടേക്കിങ്സിനാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നിർബന്ധം? ഒന്ന്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് അണ്ടർ കമ്പനീസ് ആക്ട്, കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾക്ക്. 2, ബാങ്കിങ് കമ്പനീസ് ഗവേൺഡ് ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ബാങ്കിങ് കമ്പനീസ്. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. ദെൻ പബ്ലിക് ചാരിറ്റബിൾ കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ വാരിയസ് റിലീജിയസ് ആൻഡ് അതർ എൻഡോമെൻറ്റ്സ് ആക്ട്, അതായത് പബ്ലിക്കായിട്ടുള്ള പല രീതിയിലുള്ള ചാരിറ്റബിൾ കമ്പനീസ്, അതിൻ്റെയൊക്കെ ഓഡിറ്റ് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്. ഇതിൽ എന്താണെന്ന് കമ്പനി ഓഡിറ്റ്. കമ്പനീസ് ആക്ട് 1913 ആൻഡ് കമ്പനീസ് ആക്ട് 1956 പ്രകാരം കമ്പനി ഓഡിറ്റ് കമ്പൾസറിയാണ്. അതായത് എന്തെങ്കിലും അമെൻമെൻറ്റ്സ് ഹാവ് കോസ്റ്റ് ട്രമൻഡസ് ചേഞ്ചസ് ഇൻ ദ outlook of company audit. The rights and duties, powers, scope of the auditors is subject to change according to the social development. അതിന് പർട്ടിക്കുലർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ അഷ്യൂർഡ് ഓഫ് ദ വർക്കിംഗ് ഓഫ് ദ കമ്പനി ആൻഡ് ദാറ്റ് ദേ ആർ നോട്ട് ഡിഫ്രോഡഡ്. ഷെയർ ഹോൾഡേഴ്സിന് ഇങ്ങനെ ഇടയ്ക്ക് ഓഡിറ്റ് നടത്തുമ്പോൾ അവർ ഡിഫ്രോഡഡ് അല്ല എന്നുള്ളത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ചെക്ക് ഓൺ ആക്ടിവിറ്റീസ് ഓഫ് ഡിസോണസ്റ്റ് എംപ്ലോയീസ്, ഡിസോണസ്റ്റ് എംപ്ലോയീസിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ സൗണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഷുഡ് ഗെറ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ്. ട്രസ്റ്റ് അക്കൗണ്ട്സ്. ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, widows, minors, etc. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് വീക്കർ ആൻഡ് ഹെൽപ്പർ പേഴ്സൺസ്. ആർക്കൊക്കെയാണ് സഹായം വേണ്ടത് അവരുടെ സഹായത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രൂപീകരിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ദ ട്രസ്റ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്? ലുക്ക് ആഫ്റ്റർ ദ പ്രോപ്പർട്ടി ആൻഡ് കളക്ട് ദ റെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി, ഡിവിഡൻഡ്സ് ആസ് ഷെയർ, എക്സെട്ര. And the trustees are responsible for maintaining of the books of accounts. Some dishonest trustees have misappropriated large amount of profit. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ട്രസ്റ്റികൾ എന്തെങ്കിലും ഫ്രോഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. സോ ടു അവോയ്ഡ് misappropriation of money and fraudulent manipulation of trust accounts, specific provision is made in the trust deed for the appointment of auditors to check the accounts of trust. Bombay Public Trust Act 1950, the accounts of public trust have been enacted which provide for compulsory audit of accounts of trust by ചാർട്ടേഡ് അക്കൗണ്ട്സ്. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലാരെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കാനാണ് ഇങ്ങനെയൊരു കമ്പൾസറി ഓഡിറ്റ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ the audit trust accounts by a qualified auditor under statute has now assured the beneficiaries that they will no more defaulted. അല്ലേ? അതിൻ്റെ ബെനിഫിഷ്യറീസിന് ഒരു ക്വാളിഫയർ ഓഡിറ്റർ വയ്ക്കുമ്പോൾ ബെനിഫിഷ്യറീസിന് പ്രോപ്പറായിട്ടുള്ള ഹെൽപ്പ് ഉണ്ടായിരിക്കണം. ആൻഡ് ദ ട്രസ്റ്റ് അക്കൗണ്ട്സ് ആർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് വിൽ ആൾസോ ബി എ ബെനിഫിറ്റ് ടു ദ ട്രസ്റ്റി ദാറ്റ് ദർ വിൽ ബി നോ നെസസറി ക്രിറ്റിസം അഗെയിൻസ്റ്റ് ദം. അല്ലേ? ബെനിഫിഷ്യറീസിന് മാത്രമല്ല അതിനെതിരെ എന്തെങ്കിലും ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ അതും അവോയ്ഡ് ചെയ്യും.
ദെൻ നെക്സ്റ്റ് പറയുന്നു സ്റ്റാറ്റ്യൂട്ടറി ഓഫ് ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നമുക്കറിയാം. ബാങ്കിങ് കമ്പനീസ്, ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി, ഇൻഷുറൻസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻസ്, KSRTC എക്സെട്ര. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന എല്ലാ അണ്ടർടേക്സിനും നമുക്ക് ഇതുപോലെ ഓഡിറ്റ് നടത്താം. അതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പബ്ലിക് അല്ലെങ്കിൽ ജനറലി നമുക്ക് ജനറൽ പബ്ലിക്കിനെ സേഫ് ഗാർഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോപ്പർ അക്കൗണ്ടിങ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദ റവന്യൂസ് ഓഫ് ദ അതോറിറ്റീസ് കൺസേൺ. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അതോറിറ്റിക്ക് അതിൻ്റെ റവന്യൂ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പറയുന്നു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് സഹകരണ സ്ഥാപനങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അക്കോർഡിംഗ് ടു കോഓപ്പറേറ്റീവ് ആക്ട് 1912. The act is further amended by various states government in Kerala State Cooperative Act 1969, and audit account of this cooperative institution is compulsory. From the point of view audit, cooperative societies are classified in A, B, C, D classes according to the standard of efficiency management. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എഫിഷ്യൻസി മാനേജ്മെൻറ്റിലുണ്ടാകുന്ന എഫിഷ്യൻസിക്ക് അനുസരിച്ച് അവരെ നമ്മൾ ABCDE എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് പറയുന്നു നോൺ statutory audit. It is consultancy by law 24 section audit conducted at debt convent the individual these days getting trust in the business account audit totally audit conducted. അതായത് കാര്യമായി നിർബന്ധമില്ലാത്ത ഓഡിറ്റ്, അതാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് നമ്മൾ അതിൽ വരുന്നത്. പിന്നെ വരുന്ന വേറൊരു ക്ലാസിഫിക്കേഷനാണ് പ്രൈവറ്റ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ്. ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് അനുസരിച്ചിട്ട് വരുന്ന രണ്ട് ഓഡിറ്റ്, ഒന്ന് പ്രൈവറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ ജനറൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് സോൾ ട്രേഡർ, പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. പ്രൈവറ്റ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡേഴ്സ്. അതിൽ വരുന്നു ദ സോൾ ട്രേഡർ അപ്പോയിൻറ്റ്സ് ഓഡിറ്റർ അണ്ടർ ആൻ അഗ്രിമെൻറ്റ്. ബൈ ദിസ് അഗ്രിമെൻറ്റ് the auditor must get clear instructions in writing from his client as to what he is expected to do. എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ദ സ്കോപ്പ്, നേച്ചർ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ അഗ്രിമെൻറ്റിനനുസരിച്ച് അതിൻ്റെ ഡ്യൂട്ടീസ്, സ്കോപ്പ് എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. If the auditor is appointed to prepare the accounts or income tax returns of the client, he acts as an account, not an auditor. പല രീതിയിലുള്ള ക്ലയൻറ്റുകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള അപ്പോയിൻമെൻറ്റ്, അതുപോലെ തന്നെ പല രീതിയിലുള്ള അക്കൗണ്ട്സ് ഒക്കെ ഒരു ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. If the auditor is appointed to perform the full audit, he must see that the accounts are properly prepared and that the balance sheet is correct in order to avoid the responsibility. എല്ലാ അക്കൗണ്ട്സും പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യുക, തറവായിട്ട് ചെക്ക് ചെയ്യുക, അതെല്ലാം ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ദ അക്കൗണ്ട്സ് ആർ മെയ്ഡ് അപ്പ് ടു ഡേറ്റ് ആൻഡ് പ്രോപ്പർലി മെയിൻറ്റെയിൻ. അപ്പ് ടു ഡേറ്റ് ആയിട്ടും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടു ഡിറ്റക്ട് ഫ്രോഡ് ആൻഡ് ഇറഗുലാരിറ്റീസ് കമ്മിറ്റഡ്. എന്തെങ്കിലും ഫ്രോഡുകളോ ഇറഗുലാരിറ്റീസോ ഒക്കെ കമ്മിറ്റഡ് ആയിട്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ ഇറ്റ് ഹാവ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ്. ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ പ്രിപ്പറേഷന് ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ സെറ്റിൽമെൻറ്റ് ഓഫ് വാരിയസ് ക്ലെയിംസ് ഓൺ ഡെത്ത് ഓഫ് ഓണർ. അതാണ് സോൾ ട്രേഡിൽ വരുന്നത്. ഇനി ഇതുപോലെ വരുന്നതാണ് പാർട്ട്ണർഷിപ്പ് ഓഡിറ്റ് അക്കൗണ്ട്സ്. പാർട്ട്ണർഷിപ്പിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. പാർട്ട്ണർഷിപ്പിൽ വരുന്നതാണ്, അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് partners. It is better to get the accounts of the firm audited by a qualified auditor. It helps to avoid future dispute between partners, and the partnership is performed under partnership deed if it provides for it. The partners may ask him to file audit or a partial audit, and the auditor of the firm has to submit in audit reports to the partners who have appointed him. There is also no specific form of the report. പ്രത്യേകിച്ചൊരു ഫോമൊന്നും പാർട്ട്നേഴ്സിനില്ല. പാർട്ട്നേഴ്സിൻ്റെ വില്ലിങ്നെസ്സിനനുസരിച്ച് നമുക്ക് ഓഡിറ്റ് നടത്താം. ആൻഡ് ദ പാർട്ട്നേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് അൺബയാസ്ഡ് ആയിരിക്കും. ഓഡിറ്റ് വിൽ ഹാവ് ദ അക്കൗണ്ട്സ് ടു ബി മെയിൻറ്റെയിൻ പ്രോപ്പർലി ആൻഡ് അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതുപോലെ ഡിറ്റക്ട് ഫ്രോഡ് ആൻഡ് എറർ, ആൻഡ് ഇറ്റ് ഷാൽ ബിക്കം മോർ റിലയബിൾ ആൻഡ് മേ ഹെൽപ്പ് ഫോർ ഒബ്റ്റെയിനിങ് ലോൺസ് ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ പല രീതിയിലുള്ള അഡ്വാൻറ്റേജസ് എന്തിനുണ്ട് ഈ ഒരു പ്രൈവറ്റ് ഓഡിറ്റ് അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, അല്ലെ പാർട്ട്ണർഷിപ്പിൽ പ്രൈവറ്റ് ഓഡിറ്റ് നടത്തുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്, അത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് വായിക്കുക.
ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ +2 ലെവൽ മുതൽ പഠിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് പ്രൈവറ്റ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ്. ദർ ആർ സം അതർ ഇൻഡിവിജ്വൽസ് ഹു ആർ നോട്ട് businessmen, but they are the owners of a number of buildings or estate managers who have large income and huge expenditure. അല്ലേ, ചില ആളുകളുണ്ട് അവർ ബിസിനസ്മാൻ അല്ല, പക്ഷേ ദേ ആർ ഓണേഴ്സ് ഓഫ് പല ബിൽഡിങ്ങിൻ്റെ ഓണറാണ്, അതുപോലത്തെ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ഉള്ളവരാണ്. ആൻഡ് ദ അക്കൗണ്ട്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആർ പ്രിപ്പയർഡ് ബൈ പെയ്ഡ് എംപ്ലോയീസ്. ദിസ് വിൽ ഹെൽപ്പ് ദം ടു റിലേ അപ്പോൺ ദ അക്കൗണ്ട്സ് റെക്കോർഡഡ് ബൈ ദയർ എംപ്ലോയീസ്. ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ഇൻകം ടാക്സ് ലയബിലിറ്റി. ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നു ഓഡിറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് നമുക്ക് ലൈക്ക് ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ്, അസോസിയേഷൻസ്, ക്ലബ് ആൻഡ് ലൈബ്രറീസ്, അവിടെ ഒരുപാട് റെസിപ്റ്റൻസ് ഉണ്ടായിരിക്കും, ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് കമ്പൾസറി ടു ഗെറ്റ് ദർ അക്കൗണ്ട്സ് ഓഡിറ്റഡ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ പ്രോപ്പർലി. ദിസ് ഹെൽപ്പ് ദം ടു ഡിറ്റക്ട് ഫ്രോഡ് ആൻഡ് ഇറഗുലാരിറ്റീസ്. അതായത് അതിലുണ്ടാകുന്ന ആ ഒരു നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രോപ്പറായിട്ട് തന്നെയാണ് ചെയ്യണമെന്നുള്ളത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ഓഡിറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഗവൺമെൻറ് ഓഡിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ്. Government audit is an important means and it also acts as a tool for financial control. In a way, government today are the largest enterprises. Audit finance instructions of the company transfer it assumes special importance. അല്ലേ, 3 രീതിയിലാണ് പറയുന്നത്. ഒന്ന് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓഫീസ്, ഒന്ന് ഗവൺമെൻറ് ഓഫീസ്, 3 ഓഡിറ്റ് കോർപ്പറേഷൻസ്. എന്താണ് ഈ ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുന്നത്? എന്താണ് ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുന്നത്?